ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പം ഇന്നത്തെ കരിയർ ടോക്സ് നമ്മോടൊപ്പം ഉള്ളത് ഷഹീനയാണ്. ഷഹീന, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. താങ്ക് യു. ഓക്കെ ഓക്കെ. ഷഹീനയുടെ സ്ഥലം എവിടാ? മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ. ഓക്കെ ഓക്കെ. ഇപ്പം ഷഹീന എന്താ ചെയ്യുന്നേ? ഇപ്പൊ ഞാൻ എറണാകുളത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, ട്രേഡിംഗിൽ. ഓക്കെ ഓക്കെ ഓക്കെ. കമ്പനി ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? കമ്പനി ലാസിയോ ഇന്നോവേഷൻസ്. സ്റ്റോക്ക് കമ്പനി അവിടെ ട്രേഡിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് കിട്ടിയത് ട്രേഡിംഗിലാണ്. അപ്പം ഏത് കോഴ്സ്? സ്റ്റോക്ക് മാർക്കറ്റ് ആയിരുന്നു ചെയ്തിരുന്നേ അവോധയിൽ? അല്ല, എക്സൽ GST ടാലി ആയിരുന്നു. ഓക്കെ ഓക്കെ. അക്കൗണ്ട്സ് ആയിരുന്നു. എക്സൽ GST ആയിരുന്നു ചെയ്തല്ലേ? അപ്പൊ അക്കൗണ്ട്സിലാണോ വർക്ക് ചെയ്യുന്നത്? അക്കൗണ്ട്സിലല്ല, ട്രേഡിംഗിൽ തന്നെയായിരുന്നു. അക്കൗണ്ട്സിൽ വേക്കൻസി ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല, അപ്പൊ ട്രേഡിംഗിലായിരുന്നു. വർക്ക് ഫ്രം ഹോം ആയിരുന്നോ അതോ ഓഫീസ് ആയിരുന്നോ? വർക്കറ്റ് ഓഫീസ് ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പം അവോധയിലേക്ക് ഒന്ന് ജേർണി ഒന്ന് പറയാമോ? അവോധയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അവോധ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യായിരുന്നോ? അവോധനെ പറ്റി അറിഞ്ഞത് എന്റെ ഫ്രണ്ടിന്റെ ഒരു സീനിയർ വഴി അറിഞ്ഞതാണ്. അപ്പൊ ഈ കോവിഡിന്റെ ടൈമിലൊക്കെ ആയിരുന്നു അവോധനെ പറ്റി കൂടുതൽ അറിഞ്ഞത്. അപ്പൊ ആ ടൈമിൽ ഏതെങ്കിലും കോഴ്സ് ചെയ്യണം, ഒരു ജോബ് നേടണം. ആ ടൈമിൽ ഭയങ്കര പേടിയായിരുന്നു, ഇനി എന്താ എത്തണ്ടേ അങ്ങനെയുള്ളൊരു പേടിയായിരുന്നു. അപ്പൊ ആ ടൈമില് അങ്ങനെയാണ് ഫ്രണ്ടിന്റെ സീനിയർ വഴി അറിഞ്ഞു. അങ്ങനെ പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചപ്പോ ആദ്യം ഞാൻ ഓർത്തത് ഫേക്ക് ആണെന്നാ സത്യമായിട്ട് ഓർത്തെ. പിന്നെ മനസ്സിലായി ജെന്യുവിൻ ആണ്. കാര്യങ്ങൾ ഒരുപാട് പേരെ വിളിച്ച് അന്വേഷിച്ചു, പിന്നെ ജെന്യുവിൻ ആണെന്ന് മനസ്സിലായി. പിന്നെ ഒരുപാട് പേർക്ക് ജോബ് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. പിന്നെ കരിയർ ടോക്സിൽ കുറെ കണ്ടു ഇതുപോലെ. അങ്ങനെ അവധിയിൽ ചേർന്നു. പിന്നെ പേയ്മെന്റിന്റെ ഇതും കൂടെ കേട്ടപ്പോ എന്തായാലും നമുക്ക് അഫോർഡബിൾ ആണെന്ന് തോന്നിയോണ്ട് അങ്ങനെ ജോയിൻ ആയതാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയാണ് കരിയർ ടോക്സ് എന്നൊരു പരിപാടി, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്, സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പ്ലേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പുറത്തുനിന്ന് വരുന്ന സ്റ്റുഡൻസിന് കാണാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ആ പ്രോഗ്രാം അവിടെ റൺ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതേപോലെ അവോധയിലേക്ക് അട്രാക്ട് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? അവോധ ചൂസ് ചെയ്യാൻ എന്തെങ്കിലും അട്രാക്ട് ചെയ്താണോ? അത് ഞാൻ പറഞ്ഞല്ലോ, ഫീസ് തന്നെയാണ്. ഇപ്പം 2800 ആണ് ഫീസ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞതിന് മാത്രം ബാക്കി ഫീസ് അടച്ചാൽ എന്ന് പറയുമ്പോൾ അതെന്തായാലും നമുക്ക് അഫോർഡബിൾ ആണ്. പിന്നെ അത്രയും കുറഞ്ഞ റേറ്റിൽ എവിടെയും ജോബ് ട്രെയിനിങ് അങ്ങനെ കൊടുക്കുന്നില്ലല്ലോ, എക്സൽ GST ടാലി പോലുള്ളിടത്ത്. അപ്പൊ അതുകൊണ്ടാണ് അവോധയിൽ കയറാൻ മെയിൻ കാരണം. പിന്നെ നമുക്ക് റെക്കോർഡ് ക്ലാസ്സസ് ആണ്, നമുക്ക് വേറെ ജോബ്സ് നോക്കാം. പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റഡീസും മുമ്പോട്ട് കൊണ്ടുപോകാം. ഇപ്പൊ റെക്കോർഡഡ് ആയതുകൊണ്ട് ഏത് ടൈമിലും എടുത്ത് കൺവീനിയന്റ് ആയിരുന്നു. അതൊക്കെ കൂടിയാണ് അവോധയിൽ ചെയ്യാൻ കാരണം. ഓക്കെ ഓക്കെ. അപ്പൊ ഈ 2800 വേറെ ഒന്നും കേട്ടിട്ടില്ല. 2800 എക്സൽ ടാലി GST പോലൊരു കോഴ്സ് അവോധയിൽ ചെയ്യുമ്പോൾ കരുതിയിരുന്നോ ഈ കോഴ്സ് ഇത്രയും ലോ ക്യാഷിന് നമ്മളിത് ഈ കോഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് അത്രമാത്രം പോർഷൻസ് കവർ ചെയ്യും, അല്ലെങ്കിൽ ഇവര് കറക്റ്റ് ആയിട്ട് പഠിപ്പിക്കും എന്ന് തോന്നിയിരുന്നോ? തോന്നിയില്ലായിരുന്നു. 2800 ആണെന്ന് പറഞ്ഞപ്പോ എല്ലായിടത്തും 10,000 അല്ലെങ്കിൽ അതിന്റെ എബോ ആണല്ലോ ട്രെയിനിങ്ങിനൊക്കെ കാശ് ചെയ്യുന്നത്. അപ്പൊ അത്രയത്തിന് ഇത്ര ടോപ്പിക്സ് കവർ ചെയ്യുമെന്ന് ഡൗട്ടായിരുന്നു. പക്ഷെ എനിക്ക് മറ്റേ കരിക്കുലം അയച്ചു തന്നപ്പോ അതിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് കവർ ആവും. പിന്നെ റെക്കോർഡഡ് ആയതുകൊണ്ട് ചെറിയ പേടി ഉണ്ടായിരുന്നു, മനസ്സിലാവോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷെ റെക്കോർഡഡ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കേൾക്കാനും കഴിഞ്ഞു. പിന്നെ എല്ലാത്തിലും ഓരോ ക്വിസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പഠിച്ചിട്ടാണ് അടുത്ത ടോപ്പിക്കിലേക്ക് കേറത്തുള്ളൂ. അതുകൊണ്ട് അതും ഒരു നല്ല മെത്തേഡായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ചേരാനും കാരണം. ചേർന്ന് കഴിഞ്ഞപ്പോ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ സമാധാനമായി. 2800 എടുത്തത് വർത്തായിരുന്നു കോഴ്സ്. ഓക്കെ ഓക്കെ. അപ്പം ലൈവ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു? ഡൗട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ലൈവ് സെഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ലൈവ് സെഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് മനസ്സിലാവും. നമ്മൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ ചെറിയ ചെറിയ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അസൈൻമെന്റിന്റെ ചില ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ലൈവ് സെഷനിൽ കയറിയത്. അപ്പം ലൈവ് സെഷനിലാകുമ്പോൾ നന്നായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ജാപ്പിനെ പറ്റി കേട്ടാണല്ലോ. ജാപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ജാപ്പ് ശരിക്കും കോഴ്സിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ജാപ്പാണ്. കാരണം എന്താന്ന് വെച്ചാൽ കോഴ്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ജോബ് ഇന്റർവ്യൂസിന് അറ്റൻഡ് ചെയ്യാൻ കഴിയും. അതുപോലെ നമുക്ക് ജോബ് കിട്ടും. ഇപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞുള്ളൂ, 2022 ആണ് പാസ് ഔട്ട്. അപ്പൊ തന്നെ എനിക്ക് ജോബ് കിട്ടി. അപ്പൊ അത് വലിയ കാര്യമാണ്. എന്റെ ക്ലാസ്സിൽ എനിക്കാണ് ഫസ്റ്റ് ജോബ് കിട്ടിയത്. അപ്പൊ അത് ജാപ്പ് വഴിയാണ്. ജാപ്പിൽ ഇപ്പം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. നമുക്ക് ട്രെയിനിങ്ങും തരുന്നുണ്ടല്ലോ, 3 ദിവസത്തെ ട്രെയിനിങ്ങും തരുന്നുണ്ട് ജാപ്പിൽ. അത് കഴിഞ്ഞ് കുറെ ജോബ് ഐഡിസ് വേക്കൻസിയും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ജാപ്പിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ ഡയറക്റ്റ് ഇന്റർവ്യൂവിന് പോയി
അങ്ങനെയാണല്ലോ പ്ലേസ്ഡ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് ജാപ്പ് ഒരുപാട് ഉപകാരപ്പെട്ടു. കുറെ വേക്കൻസികളും കാര്യങ്ങളൊക്കെ ജാപ്പിൽ വന്നിരുന്നു. അബോധ ചൂസ് ചെയ്തിരിക്കുന്ന ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ടല്ലേ? അബോധയിൽ എക്സൽ ടാലി GST എന്നൊരു കോഴ്സ് ചൂസ് ചെയ്തിരിക്കുന്ന ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? അബോധ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ പാസ് ഔട്ട് ആയിരിക്കുന്നവർക്കാണെങ്കിൽ കൂടി അവർക്കറിയാം നമ്മള് പുറത്തെവിടെയെങ്കിലും പോയി ഒരു ട്രെയിനിങ്ങിന് ഏത് കോഴ്സ് എടുത്താലും 10 to 25 എന്തായാലും ചോദിക്കും. ആ റേറ്റ് എന്തായാലും ചോദിക്കും. ഇപ്പം അതുകൊണ്ട് എന്തായാലും ഭയങ്കര അഫോർഡബിൾ ആണ് അവോധയിൽ ഇത്. പിന്നെ ഓൺലൈൻ ആണെന്ന് ഒരു ഡ്രോബാക്ക് ചിലപ്പോ ചിലർ പറയായിരിക്കും. പക്ഷെ റെക്കോർഡഡ് ആണ്, നമുക്ക് കൺവീനിയന്റ് ആണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കും, അതുപോലെ തന്നെ നമുക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാനും കഴിയും. പിന്നെ റെക്കോർഡഡ് ആണെങ്കിൽ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ സിസ്റ്റം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. സിസ്റ്റം ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ സിസ്റ്റം ഇല്ലാത്തവർക്ക് ALC പോലുള്ളത് ഉണ്ടല്ലോ അവോധയിൽ തന്നെ. അപ്പൊ അവിടെ പോയി വർക്ക് ചെയ്യാം അങ്ങനെയുള്ള. പിന്നെ നമുക്ക് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ വേക്കൻസികളും കാര്യങ്ങളും വരും ജാപ്പ് വഴി. പിന്നെ അതുകൊണ്ട് ആ ടൈമിലേക്ക് നമുക്ക് ജോബ് നോക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് ജോബ് കിട്ടും. പിന്നെ എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉള്ളത് കൊണ്ട് സർട്ടിഫിക്കേഷനും ഉള്ളത് കൊണ്ട് നല്ലത് തന്നെയാണ് അവോധ. നന്നായിട്ട് ചൂസ് ചെയ്യാൻ കഴിയും. നല്ലത് തന്നെയാണ്. ഓക്കെ. അപ്പം ഷഹീന, നമുക്ക് വേണ്ടി ഇത്ര ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരു വലിയ താങ്ക്സ് ഉണ്ട്. ഓക്കെ, അപ്പം നല്ലൊരു ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് നല്ലൊരു കമ്പനി തന്നെ പ്ലേസ്ഡ് ആവട്ടെ. ഓക്കെ, ടൈം സ്പെൻഡ് ചെയ്തതിന് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് കരിയർ ടോക്സ്. സെമിനാർ ഫിലിം അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയിലാണ്. എനിക്ക് SBI ക്യാപ്പിലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈത്ര കമ്മോഡിറ്റീസ്.